നമ്മുടെ നിയമവും നീതിപീഠവും ആർക്കൊപ്പമാണ്? ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധിക്ക് ശേഷം സാധാരണക്കാരായ പലർക്കും കോടതിയോട് പോലും വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. ആ കുരുതിനെ പിച്ച് ചീന്തിയവരെ വെറുതെ വിട്ട വിധി വന്ന് 5 മാസം തികയും മുൻപ് മറ്റൊരു പോക്സോ കേസിൽ കൂടി നിരാശപ്പെടുത്തുന്ന ഉത്തരവ്. കോഴിക്കോട് തേഞ്ഞിപ്പലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. കേസിന്റെ വിചാരണ കാലയളവിനിടെ ജീവനൊടുക്കിയ മകൾക്ക് വേണ്ടി നടത്തിയ നിയമ പോരാട്ടത്തിൽ ആ അമ്മ മാത്രമല്ല തോറ്റത്, നമ്മുടെ നിയമവും നിയമ സംവിധാനങ്ങളുമാണ്. തേഞ്ഞിപ്പലം പോക്സോ കേസിൽ എന്താണ് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത മകളെ പിച്ച് ചീന്തിയവരെ വെറുതെ വിട്ട കോടതി വിധി കേട്ട് നെഞ്ചു പിടിയുന്ന വേദനയോടെ നിന്ന ഒരമ്മ. ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു കോഴിക്കോട് പോക്സോ കോടതിയിൽ ഈ പകൽ കണ്ടത്. അന്വേഷണഘട്ടത്തിൽ പോലീസിൻ്റെയും CWCയുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ ഒട്ടേറെ ആക്ഷേപം നേരിട്ട കേസ്. പിന്നീട് വിചാരണ കാലയളവിനിടെ ഇരയായ പെൺകുട്ടിയുടെ ആത്മഹത്യ. നീതിക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ അമ്മ. നീതി ലഭിച്ചില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വിധിക്ക് ശേഷം ആ അമ്മ പ്രതികരിച്ചത്. 2017 സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് 2 പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. പ്രതികൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് തെളിവില്ലെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നു. ലാണ് പെൺകുട്ടി പീഡനത്തിനിരയായത്. വിവാഹാലോചനയുമായി വന്ന യുവാവിനോടാണ് പീഡന വിവരം ആദ്യം വെളിപ്പെടുത്തിയത്. തുടർന്ന് 3 വർഷത്തിനു ശേഷം 2020 പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിയുടെ ബന്ധുക്കളടക്കം 6 പേരായിരുന്നു പ്രതികൾ. ഇതിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ 2022 പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കോടതിയിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കാത്തത് കേസിൽ പ്രതികൂലമായി ബാധിച്ചു. കേസിൽ അമ്മയുടെ മൊഴി മാത്രമാണ് തെളിവായി അവശേഷിച്ചതെന്ന് കോടതി വിലയിരുത്തി. ഇരയും അമ്മയും തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാണ് ജീവിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിരുന്നു. എന്നാൽ പീഡന വിവരം മാത്രം അമ്മയോട് പറഞ്ഞിരുന്നില്ല എന്നത് വിശ്വസനീയമല്ല. പീഡനം നടന്ന ശേഷം പരാതിപ്പെടാനുണ്ടായ കാലതാമസവും പ്രതികൾക്ക് അനുകൂലമായ വിധിക്ക് കാരണമായതായി വിധിന്യായത്തിൽ പറയുന്നു. കേസിൽ നീതി ലഭിച്ചില്ലെന്നായിരുന്നു ഇരയുടെ അമ്മയുടെ പ്രതികരണം. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പ്രതികളെ സഹായിക്കുകയാണ് ചെയ്തതെന്നും അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ പിന്നെ അതിന് വേണ്ട എല്ലാ ഇതും ഒരുക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എങ്ങനെ നീതി കിട്ടാനാ? കുട്ടീനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ എന്തൊക്കെ കൊടുത്തുങ്ങാൻ ഇതാക്കിയിട്ടൊക്കെ ആണ് എൻ്റെ മോള് എന്നോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നുണ്ടായിന്. പിന്നെ മോള് ഫഹ്മലിനോടാണ് കല്യാണം ഉറപ്പിച്ചതിന്. ഫഹ്മലിനോടാണ് എൻ്റെ മോൾ എല്ലാ കഥകളും തുറന്ന് പറയുന്നത്. തുറന്ന് പറയുമ്പോഴത്തേനും നേരം വൈകി ഫഹ്മൽ അത് എന്താക്കി അത് എന്നോട് വിളിച്ച് പറയുമ്പോൾ ഞാൻ അറിയുന്നത് ഈ 2021 അപ്പോഴാണ് ഈ കേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നേരം വൈകിയത്. എൻ്റെ മോൾ അതുവരെ മറ്റൊരു ഭീഷണിപ്പെടുത്തിയ കാരണം കൊണ്ട് എന്നോട് പറഞ്ഞില്ല. കോഴിക്കോട് ഫറോക്ക് സ്റ്റേഷനിലും മലപ്പുറം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പോക്സോ കേസിൽ പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഈ കേസിൽ പാലിച്ചില്ലെന്നും കണ്ടെത്തിയിരുന്നു. യൂണിഫോം ധരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരയുടെ മൊഴിയെടുക്കാൻ പോയതും വലിയ വിവാദങ്ങൾ ഉയർത്തി. ന്യൂസ് 18 കോഴിക്കോട്. പെരുമ്പാവൂർ അനസിന്റെ അധോലോകം കൊച്ചി മാത്രമല്ല, വിദേശത്തു നിന്നും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയാണ് കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ. കൊടുവള്ളി മഞ്ചേരി സംഘങ്ങളുമായുള്ള അനസിന്റെ ബന്ധങ്ങളും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ കൂടുതൽ തെളിവുകളും പുറത്തുവരുന്നുണ്ട്.
താമരശ്ശേരി സ്വദേശിയായ പ്രവാസി അദ്നാനെ അനസ് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടതായാണ് വിവരം. അദ്നാനെ ആക്രമിക്കാൻ അനസ് കൊട്ടേഷൻ ഏൽപ്പിച്ചത് കൊടുവള്ളി സംഘാംഗമായ അൽസാജിനെ. അദ്നാനെ വീട്ടിൽ കയറി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. പെരുമ്പാവൂർ അനസും കൊട്ടേഷൻ സംഘവും തമ്മിലുള്ള ഓഡിയോ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. പെരുമ്പാവൂർ അനസുമായി വലിയ അടുപ്പത്തിലായിരുന്ന താമരശ്ശേരി സ്വദേശി അദ്നാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചതാണ്. വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള പല കൊട്ടേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാവുന്ന ആളാണ് അദ്നാൻ. അതിനാൽ തന്നെ അദ്നാൻ ഇക്കാര്യങ്ങളെല്ലാം പുറത്തു പറയുമോ എന്ന് അനസ് ഭയപ്പെട്ടിരിക്കണം. ഇതോടെ അദ്നാനെ വകവരുത്തുകയായിരുന്നു അടുത്ത നീക്കം. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്നാനെ ആക്രമിക്കാൻ അനസ് കൊടുവള്ളി സംഘാംഗമായ അൽസാജിനെ കൊട്ടേഷൻ ഏൽപ്പിച്ചു. ഇതിന്റെ ഓഡിയോ സംഭാഷണമാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഞാൻ വീട്ടിലെത്തില്ല. ഓ അത് കുഴപ്പമില്ല. ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാം. ഇക്ക ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാന്ന് പറഞ്ഞോ. ഞാൻ വിളിച്ചോളാം, ഇക്കനെ വിളിച്ചോളാം. അനസിന്റെ നിർദ്ദേശപ്രകാരം ഇന്നോവ കാറിലാണ് കൊട്ടേഷൻ സംഘം അദ്നാന്റെ വീട്ടിലെത്തിയത്. വീടിന് പുറത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെങ്കിലും അദ്നാൻ അവിടെയില്ലെന്ന് കരുതി ഗുണ്ടകൾ തിരികെ പോന്നു. പിന്നാലെ ആക്രമണം ഭയന്ന് അദ്ദേഹം ദുബായിലേക്കും കടന്നു. മഞ്ചേരി സംഘത്തിലെ നിസാറും സംഘവുമാണ് വീട്ടിലെത്തി കൊലവിളി നടത്തിയതെന്ന് കരുതി അദ്നാൻ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ATSഉം പോലീസും നിസാറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് കൊടുവള്ളി സംഘമാണെന്ന് വ്യക്തമായത്. പെരുമ്പാവൂർ അനസിനെതിരായ പുതിയ തെളിവുകളും വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതോടൊപ്പം അയാളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളുടെ വീടുകളിൽ വീണ്ടും റെയ്ഡിന് സാധ്യതയുണ്ട്. ഇതോടൊപ്പം അനസിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കിടപ്പ് രോഗികളായ അച്ഛനെയും അമ്മയെയും പങ്കാളിയും ഒക്കെ പൊന്നുപോലെ നോക്കുന്ന ഒട്ടേറെ നല്ല മനുഷ്യരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാലത്ത് ഒന്ന് വീണാൽ, തളർന്നു പോയാൽ പിന്നെ ഉറ്റവർ പോലും പലർക്കും ബാധ്യതയാണ്. തൃശൂർ നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് സ്വന്തം സഹോദരിയും ആൺസുഹൃത്തും ചേർന്നാണ്. നെടുമ്പാൾ സ്വദേശി സന്തോഷ് കൊല്ലപ്പെട്ട കേസിൽ സഹോദരി ഷീബ, സുഹൃത്ത് പുത്തൂർ സ്വദേശി സെബാസ്റ്റ്യൻ എന്നിവരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുമാണ് കൊലപാതകത്തിന് കാരണമായി പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. നെടുമ്പാൾ വഞ്ചിക്കടവ് ചാമ്പറമ്പ് കോളനിയിലെ സന്തോഷിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ 2.5 വർഷത്തോളമായി തളർന്ന് കിടപ്പിലായിരുന്നു. സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബയും സുഹൃത്ത് സെബാസ്റ്റ്യനുമാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത്. മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാനൊരുങ്ങിയപ്പോൾ ഇരുവരും അത് വിലക്കാൻ ശ്രമിച്ചു. ഇത് വകവയ്ക്കാതെ വിവരം പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചെതലിന് തളിക്കുന്ന മരുന്ന് കുടിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്റ്റ്യന് കാവലേർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഷീബ കൊലപാതക വിവരം പറഞ്ഞത്. കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്ത് മുറുക്കി കൊന്നുവെന്നാണ് ഷീബ ആദ്യം പറഞ്ഞത്. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിലെ പങ്കും സമ്മതിച്ചു. ഭർത്താവ് മരിച്ച ഷീബയും
സെബാസ്റ്റ്യനും 10 വർഷത്തോളമായി പരിചയക്കാരാണ്. 1.5 വർഷമായി സന്തോഷിന്റെ വീട്ടിൽ ഇരുവരും ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയായ സന്തോഷിനെ ഒഴിവാക്കാനുള്ള തീരുമാനവുമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സെബാസ്റ്റ്യനെ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളെ നെടുമ്പാളിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ള സെബാസ്റ്റ്യന്റെ പേരിൽ പുതുക്കാട്, ഒല്ലൂർ, കൊടകര സ്റ്റേഷനുകളിൽ കേസുകൾ ഉണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിൻ്റേത് ആത്മഹത്യയോ കൊലപാതകമോ? നേരറിയാൻ CBI എത്തിയതോടെ പ്രതീക്ഷയിലാണ് സിദ്ധാർത്ഥിൻ്റെ കുടുംബം. പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ CBI മരണത്തിന് ഉത്തരവാദികളായവർക്ക് കുരുക്കുമുറുക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ മരണകാരണം കണ്ടെത്താൻ CBI വിശദമായ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു. ഡൽഹി എയിംസിലെ മെഡിക്കൽ ബോർഡിൻ്റെ വിദഗ്ധോപദേശവും തേടിയിട്ടുണ്ട്. ഇതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എയിംസിന് കൈമാറി. സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് CBI. ഇതിന്റെ ഭാഗമായാണ് ഡൽഹി എയിംസിന്റെ സഹായം തേടുന്നത്. മരണം സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധനയ്ക്കും വിശകലനത്തിനുമായുള്ള മുഴുവൻ വിശദാംശങ്ങളും കൈമാറിക്കഴിഞ്ഞു. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മൃതദേഹം പരിശോധന നടത്തിയ ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, മരണസമയത്തെ കുളിമുറിയുടെ ദൃശ്യങ്ങൾ എന്നിവ അടക്കമുള്ള വിവരങ്ങളാണ് എയിംസിന് കൈമാറിയിട്ടുള്ളത്. സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമാണെന്നത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഡമ്മി പരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. എയിംസിലെ റിപ്പോർട്ട് അന്വേഷണത്തിൽ ഏറെ നിർണായകമാകും. സിദ്ധാർത്ഥിനെതിരെ നടന്നത് ആൾക്കൂട്ട വിചാരണയാണെന്നും അടിയന്തര വൈദ്യസഹായം പോലും നൽകിയില്ലെന്നും CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 16, 17 തീയതികളിലായി മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന വാദം ഉയരുന്നതിനിടെയാണ് CBIയുടെ പുതിയ നീക്കം. യഥാർത്ഥ മരണകാരണം കണ്ടെത്താൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധോപദേശം നൽകണമെന്നാണ് CBI ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കം 7 കുറ്റങ്ങളാണ് 19 പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ തുടരന്വേഷണത്തിൽ ചുമത്തും. 1-ാം പ്രതി അഖിൽ, 2-ാം പ്രതി കാശിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ 2 ദിവസം അടിവസ്ത്രത്തിൽ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് മണിക്കൂറുകളോളം പരസ്യ വിചാരണ നടത്തിയെന്ന് CBI വ്യക്തമാക്കുന്നു. 1 ദിവസം ഭക്ഷണവും കഴിച്ചിരുന്നില്ല. അടിയന്തര വൈദ്യസഹായം വേണമെന്ന് ബോധ്യമുണ്ടായിട്ടും അത് നൽകാനും പ്രതികൾ തയ്യാറായില്ലെന്നും മറ്റുള്ളവർക്ക് ഇത് പാഠമാകട്ടെ എന്ന പരസ്യ ഭീഷണി മുഴക്കിയതായും CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ചേർത്തലയിൽ വീടിന്റെ ഗേറ്റിന് മുന്നിൽ CPM കൊടിമരം സ്ഥാപിച്ചത് അധികാരത്തിന്റെ ഹുങ്കായിരുന്നു. വീട് നിർമ്മാണം പോലും തടസ്സപ്പെട്ടതോടെ കൊടിമരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചേർത്തല മരുത്തൂർവട്ടം സ്വദേശിനി അഞ്ജലിയും കുടുംബവും പല ഓഫീസുകളും കയറിയിറങ്ങി. എന്നാൽ പാർട്ടി നേതൃത്വം ഇടപെട്ടില്ല. പോലീസിൽ നിന്ന് നീതിയില്ല. ഒടുവിൽ അഞ്ജലിയും ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് കൊടിമരം സ്വയം പിഴുതെടുത്ത് മാറ്റി സ്ഥാപിച്ചു. സ്ത്രീകൾ കൊടിമരം മാറ്റുന്നതും അതിനെ CPM വാർഡ് കൗൺസിലർ തടയുന്നതുമായ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. മര്യാദയുടെ പേരിൽ പറഞ്ഞു
ചേർത്തലയിൽ ഒരുപറ്റം സ്ത്രീകൾ ചേർന്ന CPM-ന്റെ ഒരു കൊടിമരം നീക്കം ചെയ്യുന്നതാണ് ദൃശ്യം. ആ കൊടിമരത്തിൽ കട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ വാർഡിലെ കൗൺസിലർ കൂടിയാണ്. എന്താണ് ആ സ്ത്രീകൾ കൊടിമരം നീക്കം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? അവരുടെ ദുരവസ്ഥ എന്തായിരുന്നു? അന്ന് ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആളായ അഞ്ജലി നമ്മളോട് പറയുവാണ്. രക്തസാക്ഷി വാരാചരണത്തോടനുബന്ധിച്ചാണ് അവര് കൊടിമരം ഇടുന്നത്. പുന്നപ്ര വയലാറിന്റെ. അതെ അതെ. അത് കഴിഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. നമ്മളുടേതായ വീട് പണിയുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് അത് സൈഡിലോട്ട് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതായത് നിങ്ങളുടെ ഗേറ്റ് ഇറങ്ങുമ്പോൾ നേരെ മിഡിലായിട്ടാണല്ലേ ഈ കൊടിമരം? നമുക്ക് വീട്ടിലോട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഒന്ന് മാറ്റി തരണം, നാളെ സാധനങ്ങൾ വരും, കല്ലൊക്കെ വരും, മാറ്റി തരണമെന്ന് പറഞ്ഞപ്പോഴാണ് അതവര് പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞത്. CPM കൗൺസിലറാണ് അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ പേര് അനൂപ് ചാക്കോ എന്ന. CPM-കാരെ തന്നെ ആദ്യം സമീപിച്ചത്. LC സെക്രട്ടറിനെ പോയി കണ്ടു, ഏരിയയിൽ പോയി കണ്ടു, നാസർ സാറിനെ പോയി കണ്ടു. അവരൊക്കെ പറയുന്നത് പിന്നെ അത് ഒരു വാശിപ്പുറത്തുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെ പരിഹാരം കണ്ടില്ല. പിന്നെയാണ് മാമൻ ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി എന്നുള്ള ആ ഒരു ഇത് വന്നത്. പോലീസ് സമീപിച്ചിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടായിരുന്നു? സമീപിച്ചിട്ടും അദ്ദേഹം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അന്നത് സാധിച്ചില്ലായിരുന്നു. ഒരു ടോറസ് കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ മാത്രമേ അവിടെ കെട്ടിയിട്ടുള്ളൂ. പിന്നെ ഒന്നും കല്ല് കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് സൈഡിൽ തന്നെ ഉപേക്ഷിച്ച് മാറ്റിയിട്ട്. അതായത് അഞ്ജലിയും അഞ്ജലിയുടെ ബന്ധുക്കളായ സ്ത്രീകളും ചേർന്നാണ് ഈ കൊടിമരം നീക്കം ചെയ്യാനായി ഉള്ള ശ്രമം നടത്തിയത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഇരുന്നത്. ഇലക്ഷൻ കഴിയുമ്പോൾ അവർ മാറ്റട്ടെ എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. കൊടിമരം മാറ്റുക എന്നത് നമ്മുടെ ആവശ്യം. അപ്പം ഞങ്ങൾ തീരുമാനം എടുത്ത് അത് മാറ്റി നശിപ്പിക്കാതെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളത്. പുള്ളി അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വരികയും പൊളിക്കാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ പുള്ളി ഓർത്ത് അത് നശിപ്പിച്ച് കളയാനെന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ വന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നുണ്ട് നശിപ്പിക്കത്തല്ല, ഞങ്ങൾ ഒരു സൈഡിലോട്ട് അത് മാറ്റി വെച്ച് തരിക എന്ന് പറഞ്ഞു. ആദ്യം ഒരു താൽക്കാലിക കൊടിമരമായി വാരാചരണത്തിന്റെ ഭാഗമായി ഇട്ടതാണ്. അതിനുശേഷം പിന്നീട് അതിന്റെ താഴെ ഭാഗം കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്ത് കുറച്ചുകൂടി വഴി അടക്കത്തക്ക രീതിയിൽ അത് നീട്ടി കോൺക്രീറ്റ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ട് ഈ കുടുംബത്തിനുണ്ടാക്കി. 7 മാസത്തോളമാണ് ഇവരുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കേണ്ടതായി വന്നത്. അവസാനമാണ് ഗതികെട്ട് ഈ സ്ത്രീകൾ ചേർന്ന് ഈ കൊടിമരം ആ കല്ലുൾപ്പെടെ ഇളക്കി മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആ ഭാഗത്ത് തന്നെ ആ റോഡിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗത്തേക്ക് ഓരം ചേർന്ന് ഇവർ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. വാശിയിലോട്ട് പോയത് മാറ്റത്തില്ല എന്ന് എല്ലാവരോടും പബ്ലിക്കായിട്ട് പറഞ്ഞു പോയി. കൗൺസിലർ പറഞ്ഞു അല്ലെ? മാറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വന്നായിരുന്നു. പിന്നെ മാറ്റുവാണെങ്കിൽ അതൊരു ഷെയിമായി അതായിരിക്കും. ഞങ്ങൾക്ക് പക്ഷെ ഒരു ഷെയിമും ഇല്ല. ഞങ്ങൾക്കൊന്ന് മാറ്റി ഒരു സൈഡിലോട്ടാക്കി ഞങ്ങളുടെ വീട് പണി നടക്കണം, അത്രേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ഈ അഞ്ജലിയുടെ കോമ്പൗണ്ടോട് ചേർന്ന് തന്നെ വലതുവശത്തായിട്ട് ഒരു വഴി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഈ കൗൺസിലർ ഈ വഴിയുമായി ബന്ധപ്പെട്ട് ഇവരെ സമീപിച്ചിരുന്നു. 10 സെന്റോളം ഇവര് അവിടെ സ്ഥലം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവര് കൗൺസിലറോട് പറഞ്ഞത് ഞങ്ങൾ അത്രയും സ്ഥലം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ആളുകളോടും കുറച്ച് സ്ഥലം വാങ്ങുകയാണെങ്കിൽ ആ വഴി മുന്നോട്ട് പോകും. ഇവർക്കുള്ള വഴിയല്ല, എന്നിട്ടും ഇവർ അത്രയും വഴി കൊടുത്തിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ് അഞ്ജലി പറയുന്നത്. അതിനുശേഷമാണ് കൊടിമരം പ്രത്യക്ഷപ്പെടുന്നതും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുകയും ഇത്തരം ഒരു വാശിയിലേക്കും പിടിവാശിയിലേക്കും പോവുകയും ചെയ്തത്. ഒരു വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ അദ്ദേഹം ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരാളുടെ ഭാഗത്താണ് ഇത്തരം ഒരു നാടകീയമായ സംഭവങ്ങളിലേക്ക് വരെ എത്തിക്കത്തക്ക രീതിയിൽ ഉള്ള അപഹാസ്യമായ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ യുവതികൾ ഇതൊക്കെ കണ്ടാലും കേട്ടാലും പാഠം പഠിക്കില്ല. ഇതുപോലൊരു സംഭവമാണ് കൊല്ലത്തുണ്ടായത്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ പകർത്തി, പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ കൊല്ലം മുണ്ടക്കൽ സ്വദേശി മുഹമ്മദ് ഹാരിസിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി പെൺകുട്ടികളാണ് ഇയാളുടെ ചതിയിൽപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി
വീഡിയോ കോൾ ചെയ്ത് നഗ്നദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയായിരുന്നു പ്രതി ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് കൊല്ലം ശക്തികുളങ്ങര കാവനാട് താമസിക്കുന്ന മുഹമ്മദ് ഹാരിസിനെ കായംകുളം പോലീസ് പിടികൂടിയത്. സ്കൂളിലെ അധ്യാപകരുടെ നമ്പറിൽ സിനിമ നിർമ്മാതാവെന്ന് പറഞ്ഞ് ബ്രോഷർ അയച്ചു നൽകിയ ശേഷം അഭിനയിക്കാൻ താൽപ്പര്യമുള്ള പെൺകുട്ടികളുടെ ഓഡിഷൻ നടത്താനാണെന്ന് പറഞ്ഞ് കുട്ടികളുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കുകയാണ് ചെയ്തിരുന്നത്. തുടർന്ന് കുട്ടികളെ വീഡിയോ കോൾ വിളിച്ച് അഭിനയിച്ചു കാണിക്കാൻ ആവശ്യപ്പെടും. പല വേഷങ്ങൾ ധരിച്ച് അഭിനയിച്ചു കാണിക്കുന്നതിനിടെ കുട്ടികൾ അറിയാതെ നഗ്നത പകർത്തുകയാണ് പ്രതി ചെയ്തിരുന്നത്. ഇരകളാകുന്ന കുട്ടികളിൽ നിന്ന് കൂട്ടുകാരികളുടെ നമ്പറും കരസ്ഥമാക്കിയിരുന്നു. തട്ടിപ്പാണെന്നറിഞ്ഞ് പെൺകുട്ടികൾ വിളിക്കുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു. വിദ്യാഭ്യാസം കുറവായ ആളുകളെ സ്കൂളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് അവരിൽ നിന്ന് സിം കാർഡുകൾ എടുത്താണ് ഹാരിസ് കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്നത്. സമാനമായ രീതിയിൽ പെൺകുട്ടികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ഇയാളുടെ പേരിൽ നൂർനാട്, കനകക്കുന്ന് പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. 2020 പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൊല്ലം ഇരിവിപുരം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കായംകുളം. മലപ്പുറം പൊന്നാനി മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കവർച്ചാ സംഘങ്ങൾ. പട്ടാപ്പകലും രാത്രിയും പുലർച്ചെയുമൊക്കെ കള്ളന്മാർ വീടുകൾ ലക്ഷ്യമിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. കഴിഞ്ഞ പുലർച്ചെ പൊന്നാനി ചെറുവായിക്കരയിൽ വീട്ടമ്മയെ വായ് മൂടിക്കെട്ടി മർദ്ദിച്ച ശേഷമാണ് കവർച്ച നടത്തിയത്. വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന 3.5 പവൻ സ്വർണ്ണാഭരണം കവർന്നു. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൊന്നാനി ചെറുവായ്ക്കരയിലാണ് വീട്ടമ്മയുടെ വായ് മൂടിക്കെട്ടി മർദ്ദിച്ച് കവർച്ച നടത്തിയത്. പള്ളക്കുളം സ്വദേശി കുന്തനകത്ത് വീട്ടിൽ രാധയെയാണ് കെട്ടിയിട്ട് സ്വർണം അപഹരിച്ചത്. ഇവർ ധരിച്ചിരുന്ന 3.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നു. പുലർച്ചെ 4:30യോടെയായിരുന്നു സംഭവം. 2 അംഗ സംഘമാണ് മോഷണം നടത്തിയത്. ഉറക്കത്തിലാണ് ഇന്നെ ഈ കാട്ടിയത്. ഒരു സാധനം കൊടുന്ന് കഴുത്തുനിന്ന് തൊട്ടിട്ട് മുഖത്തിൻ്റെ തായം വരെ ചുറ്റിയിട്ടിട്ട് എൻ്റെ നെഞ്ഞത്ത് കുറേ അടിച്ചിട്ട് എനിക്ക് ശ്വാസം ഒന്നും കിട്ടണില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, മക്കളേക്ക് ഇത്തിരി വെള്ളം തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഒരൊറ്റ ചവിട്ടും കൂടി ചവിട്ടി. അപ്പോൾ ഞാൻ മരിച്ച പോലെ 2 കൈയും ഇങ്ങനെ നീട്ടി നീച്ചപ്പോൾ ആ ചങ്ങായി പറഞ്ഞു, എടാ അത് ചൂടായി നമ്മള് പോവാടാന്ന് പറഞ്ഞു. ടാപ്പ് മൊത്തം തലയിൽ ചുറ്റിയിട്ട് വായക്കൂടെ ഒക്കെ ചുറ്റിയിട്ട് കഴുത്തിൽ കൂടെ തൂക്കി കിടക്കുന്നുണ്ട്. രാധേശി, നമ്മുടെ അയൽവാസി രാധേശി എന്ന് പറഞ്ഞ സ്ത്രീയാണ് രാവിലെ വന്നത്. നോക്കുമ്പോൾ അവരെ വീട്ടിൽ കയറി മോഷണ ശ്രമം നടന്നെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അവരെ കയ്യിലുള്ള 2 വളകളും 2 കമ്മലും 2 പേര് ചേർന്നിട്ട് അവരെ ആക്രമിച്ചു കൊണ്ടുപോയെന്നാണ്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാധയുടെ പരാതിയിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1 മാസം മുൻപാണ് പൊന്നാനിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് 350 പവൻ കവർന്നത്. തുടർച്ചയായി മോഷണം നടന്നതോടെ ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാഹന തട്ടിപ്പും മോഷണവും നടക്കുന്നത് പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ്. മോഷ്ടിക്കുന്ന വാഹനങ്ങൾ പൊളിച്ച് പല ഭാഗങ്ങളായി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ തന്നെ ഇവിടെയുണ്ട്. കാറും ഇരുചക്ര വാഹനങ്ങളും മോഷ്ടിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രൊഫഷണൽ മോഷണ സംഘങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഇതിൽ പ്രധാനിയായ ട്രിച്ചി സ്വദേശി ധർമ്മരാജനെ പിടികൂടിയപ്പോൾ സമാനമായ ഒട്ടേറെ ബൈക്ക് മോഷണ കേസുകൾക്കാണ് തുമ്പുണ്ടായത്. ഇതോടൊപ്പം GST വകുപ്പിന്റെ വാഹനം മോഷണം ചെയ്ത കേസിൽ തിരുനെൽവേലി സ്വദേശി മൈക്കിളും അറസ്റ്റിലായി. പെരുമ്പാവൂർ മാവിൻ ചുവട് ഭാഗത്ത് നിന്ന് ബുള്ളറ്റ് മോഷണം പോയ കേസിലാണ്
ട്രിച്ചി സ്വദേശി ധർമ്മരാജിനെ പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ രാത്രി വട്ടക്കാട്ടുപടിയിൽ പുതിയ മോഷണത്തിന് തയ്യാറെടുക്കുമ്പോഴായിരുന്നു അറസ്റ്റ്. പിടികൂടുന്നതിനിടയിൽ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വളരെ സാഹസികമായി കിലോമീറ്ററോളം പിന്തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ധർമ്മരാജിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മൂവാറ്റുപുഴ, വെങ്ങോല എന്നിവിടങ്ങളിൽ നിന്ന് 2 ബൈക്കുകൾ മോഷ്ടിച്ചതായി പോലീസിനോട് സമ്മതിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിൽ നിന്ന് 300 പവൻ മോഷ്ടിച്ച കേസിൽ 2 വർഷത്തോളം ജയിലിലായിരുന്ന ധർമ്മരാജ് ഏപ്രിൽ 2-ാം തീയതിയാണ് പുറത്തിറങ്ങിയത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 40ഓളം മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ. 2021 GST വകുപ്പിന്റെ വാഹനം മോഷണം പോയ കേസിലെ പ്രതികളിൽ ഒരാളെയും പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മൈക്കിൾ എന്ന് വിളിക്കുന്ന മിഖായേൽ മോഷ്ടിച്ച വാഹനം പൊളിച്ചു വിൽക്കുന്നയാളാണ്. പെരുമ്പാവൂരിലെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന GST വകുപ്പിന്റെ വാഹനം 3 വർഷം മുൻപാണ് മോഷണം പോയത്. ആ കേസിൽ അറസ്റ്റിലായ ആലപ്പുഴ സ്വദേശി വിനോദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മിഖായേലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. അങ്ങനെ തിരുനെൽവേലിയിലെത്തിയ പെരുമ്പാവൂർ പോലീസ് മിഖായേലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പെരുമ്പാവൂർ. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഇപ്പോൾ പോലീസിന്റെ കയ്യിലാണ് സ്റ്റിയറിംഗ്. കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്ത കന്റോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിന്റെ മൊഴിയെടുത്തു. തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുടെയും മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇതുവരെയും കണ്ടെത്താനാകാത്തത് അന്വേഷണത്തിന് തിരിച്ചടിയാകും. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ഡ്രൈവർ യദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ യദുവിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ യദുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് KM സച്ചിൻ ദേവ് MLAയുടെയും മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. യദുവിന്റെ പരാതിയിൽ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ അരവിന്ദിന്റെ ഭാര്യ ആര്യ, കണ്ടാലറിയാവുന്ന യുവാവടക്കം 5 പേർക്കെതിരെയുള്ള FIR പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അന്യായമായി തടഞ്ഞുവെച്ചു, ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന് ഭീഷണിപ്പെടുത്തി, അസഭ്യം പറഞ്ഞു, തെളിവ് നശിപ്പിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 27 രാത്രിയാണ് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ച കാർ KSRTC ബസ്സിന് കുറുകെയിട്ട് തടഞ്ഞ് ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായത്. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതെന്നടക്കം ഗുരുതരമായ ആരോപണങ്ങൾ മേയർ ഉന്നയിച്ചിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാറശാല പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയോടിയ പ്രതിയെ വിഷം കഴിച്ച് അവശനിലയിൽ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലമ്പാറ സ്വദേശി മിഥുൻ ആണ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഓടിയത്. കണ്ണൂർ പാനൂർ സ്വദേശി വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസിൽ വിധി പറയുക. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് 1 വർഷമാകുന്നു. മകൾക്ക് നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് യുവ ഡോക്ടറുടെ മാതാപിതാക്കൾ. അതിനിടെ കേസിൽ വിടുതൽ ഹർജി നൽകി പ്രതിഭാഗത്തിന്റെ പുതിയ നീക്കം. പ്രതിക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് സന്ദീപിനായി ഹാജരായ അഡ്വക്കേറ്റ് BA ആളൂർ വാദിച്ചു. വന്ദനയുടെ മരണത്തിന് കാരണം മെഡിക്കൽ നെഗ്ലിജൻസും പോലീസിന്റെ വീഴ്ചയുമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഇനി ഈ മാസം 22-ന് കേസ് പരിഗണിക്കുമ്പോൾ ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. മകൾ ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരും വേദനയും നമ്മുടെ നീതിപീഠം കാണാതെ പോകരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.
തലമുറ